മഞ്ഞക്കണിക്കൊന്ന് പൂത്തുലഞ്ഞ് കണ്ണന്റെ പുഞ്ചയിലായിരം ഓടക്കുഴൽ നാദമൻ കാതിലെത്തി കണ്ണനെ കാണുവാ ഉള്ളം തുടിച്ചു. കണ്ണ കണ്ണ അമ്പാടി കണ്ണ നീ എവിടെ? കണ്ണ കണ്ണ അമ്പാടി കണ്ണ നീ എവിടെ? മുത്തശ്ശി മുത്തശ്ശി ആരാ? ഞാനാ ഉണ്ണിക്കുട്ടൻ. മോനേതാ? മുത്തശ്ശിക്ക് ഓർമ്മയില്ല, ഞാൻ കഴിഞ്ഞ തവണ ഇവിടെ വന്നായിരുന്നു. എനിക്ക് ഓർമ്മയില്ല, പ്രായമായില്ലേ മക്കളെ? ഓ, ഈ മുത്തശ്ശിയുടെ ഒരു മറവി. ഞാൻ ആലോചിക്കുന്നേ, ഇന്ന് വിഷു അല്ലേ മോനെ? മുത്തശ്ശി ഈ വിഷു എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മോനെ ഉണ്ണിക്കുട്ട, നമ്മൾ വിഷു ആഘോഷിക്കുന്നത് രാവും പകലും തുല്യമായി വരുന്ന ദിവസമാണ് മേടമാസത്തിലെ വിഷു എന്ന് പറയുന്നത്. അത് കാർഷിക ഉത്സവമായിട്ടും കാർഷിക ഉത്സവത്തിൻ്റെ തുടക്കമായിട്ടും ആഘോഷിക്കുന്നുണ്ട്. കൂടാതെ ശ്രീകൃഷ്ണൻ, നമ്മുടെ ഭഗവാനായ ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ച ഒരു ദിവസവും കൂടിയാണ് അന്ന് മേടമാസത്തിലെ വിഷു എന്ന് പറയപ്പെടുന്നത്. അതിന് നമ്മൾ എല്ലാവരും രാവിലെ അമ്പലത്തിൽ പോയി, പിന്നെ വിഷു കൈനീട്ടം കാരണവന്മാർ, പ്രായമുള്ളവരെല്ലാം കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും വീട്ടിലുള്ള എല്ലാവർക്കും കൈനീട്ടം കൊടുക്കും. വിഷു കൈനീട്ടമാണെന്നാണ് പറയുന്നത്. നാണയങ്ങൾ കൊടുക്കും. പിന്നെ ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായ ഊണ്, ഇതെല്ലാം ആയിട്ടാണ് നമ്മൾ വിഷു ആഘോഷിക്കുന്നത്. എൻ്റെ കണ്ണാ കണ്ണാ